നിരന്തരം വിദ്വേഷ പരാമർശം നടത്തിയിട്ടും വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കാത്തത് സിപിഎമ്മിന്റെ പിന്തുണയുള്ളതുകൊണ്ടാണെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ. നിലമ്പൂരിലെ വിദ്വേഷ പ്രസംഗത്തിന് കേസെടുത്തിരുന്നുവെങ്കിൽ വെള്ളാപ്പള്ളി വീണ്ടും ഇതുപോലെ ആവർത്തിക്കില്ലായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തല്ല, RSSന്റെ തലപ്പത്താണ് ഇരിക്കേണ്ടതെന്നും ഹമീദ് മാസ്റ്റർ. അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളെ അരികവൽക്കരിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ട് ഞങ്ങളിതിനെ കാണുന്നുള്ളൂ. ഇതൊന്നും മറുപടി അറിയിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് എടുക്കണം, ഞങ്ങൾക്കത് ആവശ്യപ്പെടാനുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് നാരായണീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു പ്രസ്ഥാനത്തിന് അവലത്തിരിക്കുന്നതിന് പകരം RSSന്റെ നേതൃത്വം അദ്ദേഹത്തിന് ഏറ്റെടുക്കണം. അദ്ദേഹത്തിന് ഏറ്റവും കരണീയമായ പോസ്റ്റ് പദമാണ് RSSന്റെ നേതൃത്വം. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, കൊച്ചിയിലെ പരിപാടിയിൽ ഇപ്പോൾ മന്ത്രിയുടെ വാക്കുകൾ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. വെള്ളാപ്പള്ളിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതിനിടയിലാണ് ലീഗിന്റെ വിമർശനം. തീർച്ചയായിട്ടും അമൃത, ഇന്നലെയാണ് കോട്ടയത്തെ SNDP നേതൃയോഗത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിനിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വർഗീയ പരാമർശം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. നേരത്തെ നിലമ്പൂരിലും സമാനമായ രീതിയിലുള്ള വർഗീയ പരാമർശം നടത്തിയിരുന്നു. ഈ പ്രസ്താവനകൾ തുടരെ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. ഇതിനകത്ത് പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്തതും വലിയ പ്രതിഷേധം ഇടയാക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്ററും വെള്ളാപ്പള്ളിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. വെള്ളാപ്പള്ളി അക്ഷരാർത്ഥത്തിൽ ഒരു RSSന്റെ തലപ്പത്തിരിക്കേണ്ട ആളാണ്, ഒരു ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കേണ്ട ആളല്ല എന്നുള്ള രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കാത്തത് എന്നുള്ളതും CPMന്റെ പിന്തുണ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതും എന്നും അദ്ദേഹം പറയുന്നു. നേരത്തെ നിലമ്പൂരിൽ ഇദ്ദേഹം സമാനമായ രീതിയിലുള്ള വലിയൊരു വിദ്വേഷ പ്രസംഗം നടത്തിയിരുന്നു. അന്ന് കേസെടുത്ത് നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഈ ഒരു പരാമർശം ആവർത്തിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറയുന്നത്. ഏതായാലും ഇത് വലിയ തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അമൃത, അപ്പോൾ CPMനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണല്ലേ ലീഗിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്? തീർച്ചയായിട്ടും. അതായത് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വെള്ളാപ്പള്ളി നടത്തിയ സാഹചര്യങ്ങളിൽ തന്നെ പോലീസ് കേസെടുക്കുകയോ സർക്കാർ ഇതിന് കൃത്യമായ ഒരു നടപടിയെടുക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ തുടരില്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ CPMന്റെ പിന്തുണ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ CPM ഒരു അയൽക്കൂട്ട സമീപനം സ്വീകരിക്കുന്നു എന്നുള്ള പരോക്ഷ വിമർശനമാണ് ഇതിനകത്ത് അബ്ദുൽ ഹമീദ് മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. CPM ഇത്തരത്തിലുള്ള വലിയ പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി എടുക്കുകയെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് CPMന്റെ ഒരു പിന്തുണ, അല്ലെങ്കിൽ CPM ഇതിനോട് ഒരു അഴകുഴകും സമീപനം സ്വീകരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നത് എന്ന് കൂടി തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ശരി, ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്. വലിയ ലീഗിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ വെള്ളാപ്പള്ളി നടേശൻ ഇദ്ദേഹത്തിനെതിരെ നേരത്തെ തന്നെ ഈ നിലമ്പൂരിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേസെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശം അദ്ദേഹം നടത്തില്ലായിരുന്നു. ഇതിന് കൂട്ടുനിൽക്കുന്നത് CPM തന്നെയാണ്. CPMന്റെ പിന്തുണയുള്ളതുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളൊരു വിമർശനമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്ററുടെ പ്രതികരണമാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത്. ഈ സൂചിപ്പിച്ചതുപോലെ നിലമ്പൂരിൽ ഉൾപ്പെടെ വിദ്വേഷ പ്രസംഗത്തിന് ആ സമയത്ത് തന്നെ കേസെടുക്കണമായിരുന്നു, അപ്പോൾ തന്നെ നടപടിയിലേക്ക് കടക്കണമായിരുന്നു. എങ്കിൽ വീണ്ടും ഇതേ കാര്യങ്ങൾ ആവർത്തിക്കില്ലായിരുന്നു എന്നാണ് ലീഗ് ഇപ്പോൾ പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തല്ല, RSSന്റെ തലപ്പത്താണ് ഇരിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി.